സത്യം പറഞ്ഞാൽ 11 മാസം പണിയെടുക്കുകയും 1 മാസം മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. ഓരോ പ്രവാസികളും നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വണ്ടി കയറുന്ന തന്നെ ഇനി എപ്പോഴാണ് നാട്ടിൽ പോവുക, അല്ലെങ്കിൽ ഇനി എത്ര മാസം എൻ്റെ നാട്ടിൽ പോകാൻ, ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ പ്രവാസികളും വണ്ടി കയറുന്നത്. ഇത് കേൾക്കുന്ന ചിലർ വിചാരിക്കും, എന്തിനാ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പ്രവാസി ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ GCC കൺട്രിയിലേക്ക് വണ്ടി കയറുന്നത് വിചാരിക്കും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? അതിന് നാട്ടിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഭയങ്കരമായ പൈസക്കാരാവണം, ഒന്നെങ്കിൽ ഭയങ്കര നല്ല ബിസിനസ് ഒക്കെ വേണം, അല്ലെങ്കിൽ അതിന് മാത്രം ഫാമിലി സെറ്റപ്പ് വേണം. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ മണ്ണ് തന്നെ ശരണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പ്രതീക്ഷയായിട്ട് ഈ നാട്ടിലേക്ക് വണ്ടി കയറുന്നവരെ ഒരിക്കലും ഈ മണ്ണ് ചതിക്കില്ല. ആ ഒരു വിശ്വാസം ഉണ്ട് ഇങ്ങോട്ടേക്ക് വണ്ടി കയറുന്ന ഓരോ മലയാളികൾക്കും, അല്ലെങ്കിൽ ഓരോ ആൾക്കാർ. സോ ഞാനും അതുപോലെയുള്ള ഒരു കൊച്ചു പ്രവാസിയാണ്. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഞാനും ഇങ്ങോട്ട് വണ്ടി കയറിയിട്ടുള്ളത്. ഫൈനലി ഞാനിപ്പം നാട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പം മീൻസ് ഇനി ഒരു 1 വീക്കും കൂടിയേ ഉള്ളൂ ബാക്കി. സോ നാട്ടിലെ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഹരിതാപും പച്ചപ്പും നാട്ടിലെ ആ ഒരു നല്ല നല്ല മനുഷ്യന്മാരും ഇവിടെയുണ്ട്. നാട്ടിലെ മനുഷ്യന്മാരെ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്. ഓക്കെ, പക്ഷേ അത് നാട്ടിൽ ഉള്ള മനുഷ്യന്മാരെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അങ്ങനെ ഒരുപാട് പേര്. സോ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇതാ മൊത്തം മരുഭൂമിയാണ്. ഇനി ഈ നാട്ടിൽ നിന്ന് എൻ്റെ നല്ല നല്ല റീൽസുകളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ ആസ് യു നോ, എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് കോഴിക്കോട് ബീച്ച്, പിന്നെ SM സ്ട്രീറ്റ്, പാരഗൺ. പിന്നെ ഞാൻ ബസ്സിലാണ് ഈ ട്രാവൽ ചെയ്യല്. അപ്പോൾ ബസ്സിൻ്റെ വിൻഡോ സീറ്റ് അതൊക്കെ ഭയങ്കര ഒരു, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. മീൻസ് ഇറ്റ് ലൈക്ക് വാട്ട്, നമുക്ക് സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ മനസ്സിനൊരു കുളിർമ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. സോ നാട്ടിലെത്തിയാൽ ഈ മരുഭൂമിയും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ മരുഭൂമി ഒന്നും ആയിരിക്കില്ല. ഞാൻ കോഴിക്കോട് കൊണ്ട് എക്സ്പ്ലോർ ചെയ്യും. മീൻസ് നിങ്ങൾക്ക് കോഴിക്കോട് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കും. സോ ഞാനും ജീവിക്കാൻ പോവാണ് ഫോർ 1 month. റിലാക്സ്, പീസ്ഫുൾ, ഹാപ്പിനെസ് ആൻഡ് എൻജോയ്മെൻറ്റ്, നത്തിങ് എൽസ്. ടാ.